മെച്ചപ്പെട്ട ജീവിത സാഹചര്യം അന്വേഷിച്ച് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അഭയം തേടി പോകുന്നവരുടെ എണ്ണത്തിൽ 8 ഇരട്ടിയിലധികം വർധനവ്. റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് US ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ്. 2021 മുതൽ 2023 വരെയുള്ള കണക്കുകൾ പ്രകാരം 855% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2021 4330 ആയിരുന്നത് 2023 ആയപ്പോഴത്തേക്കും 41330 ഉയർന്നു. ഇതിൽ പകുതിയിൽ കൂടുതൽ പേരും ഗുജറാത്തിൽ നിന്നാണ്. അനധികൃതമായി എത്തിയതിനെ തുടർന്ന് നാടുകടത്തലിനെ പ്രതിരോധിച്ചുകൊണ്ട് അഭയം തേടുന്നതും സ്വയം അപേക്ഷ നൽകി അനുമതി തേടുന്നതുമായ 2 രീതിയിലാണ് US അഭയം നൽകുന്നത്. ഇന്ത്യക്കാരുടേതായി 2023 സ്വയം അപേക്ഷ നൽകിക്കൊണ്ടുള്ള 13030 കേസുകളും പുറത്താക്കൽ പ്രതിരോധിച്ചുകൊണ്ടുള്ള 28000 അപേക്ഷകളും ഉണ്ടായിരുന്നു. ഇന്ത്യ 5ാം സ്ഥാനത്തായിരുന്നു പ്രതിരോധ അപേക്ഷകരുടെ എണ്ണത്തിൽ. ബന്ധപ്പെട്ട രേഖകളൊന്നുമില്ലാതെ അനധികൃതമായി അമേരിക്കയിലേക്ക് കടക്കുകയും അഭയത്തിനായി അപേക്ഷ നൽകി പുറത്താക്കൽ ഭീഷണി നേരിടുകയും ചെയ്ത 700ഓളം ഇന്ത്യക്കാർക്കാണ് 2021 അമേരിക്ക അഭയം നൽകിയിരുന്നത്. 2023 ഇത് 2710 ഉയർന്നു. അഫ്ഗാനിസ്ഥാൻ, ചൈന, വെനസ്വേല, എൽ സാൽവദോർ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ശേഷം അഭയം നൽകിയവരുടെ എണ്ണത്തിലും ഇന്ത്യ 5ാം സ്ഥാനത്തായിരുന്നു. അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ വർഷം സെപ്റ്റംബർ വരെ 29 ലക്ഷം പേരാണ് ശ്രമിച്ചത്. ഇതിൽ 90415 പേരും ഇന്ത്യക്കാരായിരുന്നു. 2021 അമേരിക്കയിലേക്ക് അഭയം തേടിയെത്തിയവരുടെ എണ്ണം 63340 ആയിരുന്നു. 2023 ഇത് 4,56,750 ഉയർന്നുവെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി രേഖകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 2021 16,550 പേർക്കും 2023 54,350 പേർക്കുമാണ് അമേരിക്ക അനുമതി നൽകിയിട്ടുള്ളത്. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത് പ്രാദേശികമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഉയർന്ന ജീവിത നിലവാരം, മികച്ച തൊഴിൽ മേഖല തുടങ്ങിയവയാണ്. ഇന്ത്യയിൽ ഉയർന്നു വരുന്ന വർഗീയ വിഷയങ്ങളും തൊഴിലില്ലായ്മയും മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോകുന്നവരുടെ എണ്ണത്തിൽ കുതിച്ചുകയറ്റം ഉണ്ടാക്കിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.